ഇന്നത്തേത് ഒരു ഗ്രാമർ ടെസ്റ്റാണ്. എത്രയോ ഗ്രാമർ പോയിൻറ്റ്സ് പല ഡിഫറെൻറ്റ് ലെസൺസിലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതൊക്കെ ഓർക്കുന്നുണ്ടോ എന്നറിയണ്ടേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസ് ദി കറക്റ്റ് ഫോം ഓഫ് ദ വേർബ്സ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഈ ഒരു സെൻറ്റൻസിൽ 2 ബ്ലാങ്ക് സ്പേസസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 വേർബ്സും കൊടുത്തിരിക്കുന്നു, ലിവ് ആൻഡ് സ്റ്റേ. സെൻറ്റൻസ്, I normally blank alone, but I blank space with my sister at the moment. ഇവിടെ ഫസ്റ്റ് ബ്ലാങ്കിൽ ഉപയോഗിക്കേണ്ടത് ലിവ് എന്ന വേർബിൻ്റെ ഏത് ഫോമാണ് എന്ന് ആലോചിക്കുക. I normally live alone, but I am staying with my sister at the moment. നോക്കൂ, ആദ്യത്തെ ബ്ലാങ്ക് സ്പേസിൽ ലിവ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസാണ് അവിടെ ഉപയോഗിച്ചത്. അതിന് കാരണം എന്താ? ഐ നോർമലി ലിവ് എലോൺ. അങ്ങനെ പറയുമ്പോൾ അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ബട്ട് ഐ ആം സ്റ്റേയിങ് വിത്ത് മൈ സിസ്റ്റർ അറ്റ് ദ മോമെൻറ്റ്. ഐ ആം സ്റ്റേയിങ് എന്നുപയോഗിച്ചിരിക്കുന്നു. അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. കാരണം അതൊരു ടെമ്പററി സിറ്റുവേഷനാണ്. അപ്പോൾ പെർമനൻറ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുക. അതേസമയം ടെമ്പററി സിറ്റുവേഷൻ ആണെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഹി യൂഷ്വലി ടീച്ചേഴ്സ് ഫ്രഞ്ച്, ബട്ട് ദിസ് ടേം ഹീ ഈസ് ടീച്ചിങ് ജർമ്മൻ. ഹി യൂഷ്വലി ടീച്ചേഴ്സ് അവിടെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിച്ചിരിക്കുന്നതിന് കാരണം അതൊരു പെർമനൻറ്റ് സിറ്റുവേഷനാണ്. ബട്ട് ദിസ് ടേം ഹീ ഈസ് ടീച്ചിങ് ജർമ്മൻ. ഇത് ടെമ്പററി ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഹീ ഈസ് ടീച്ചിങ് എന്നുപയോഗിച്ചു. ഐ ലിവ് ഇൻ മുംബൈ, ബട്ട് ഐ ആം സ്റ്റേയിങ് ഇൻ ഡൽഹി ഫോർ എ ഫ്യൂ വീക്സ്. നോക്കൂ, ഐ ലിവ് ഇൻ മുംബൈ അത് പെർമനൻറ്റ് സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ലിവ് എന്നുപയോഗിച്ചു. ബട്ട് ഐ ആം സ്റ്റേയിങ് ഇൻ ഡൽഹി ഫോർ എ ഫ്യൂ വീക്സ്. ഫ്യൂ വീക്സിന് വേണ്ടി മാത്രം, കുറച്ചാഴ്ചകൾക്ക് വേണ്ടി മാത്രം ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഐ ആം സ്റ്റേയിങ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചു. വേറൊരു എക്സാമ്പിൾ കൂടി. ഷീ വർക്ക്സ് ആസ് എ ഡോക്ടർ, ബട്ട് ഷീ ഈസ് വർക്കിംഗ് ഓൺ എ സ്പെഷ്യൽ പ്രോജക്റ്റ് ദിസ് മന്ത്. നോക്കൂ, ഷീ വർക്ക്സ് ആസ് എ ഡോക്ടർ അത് ഒരു പെർമനൻറ്റ് സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ വർക്ക്സ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിച്ചു. പിന്നീട് ഉള്ള ബ്ലാങ്ക് സ്പേസിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഷീ ഈസ് വർക്കിംഗ് എന്നാണ്. അത് ഒരു ടെമ്പററി ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഈസ് വർക്കിംഗ് എന്ന പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചു. അപ്പോൾ ആ ഒരു ഗ്രാമർ റൂള് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഇൻ ദിസ് സെൻറ്റൻസ് ആണ്. കറക്റ്റ് 2 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നാണ്. വെൻ ഐ വാസ് യങ്ങർ ബ്ലാങ്ക് സ്പേസ് വാസ് എ സ്കൂൾ ഓൺ ദാറ്റ് കോർണർ. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ആ കോർണറിൽ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ 2 ഓപ്ഷൻസ് ഉള്ളത് ദർ ആൻഡ് ഇറ്റ് ആണ്. അവിടെ എന്താ വേണ്ടത്? ദർ ആണ് അവിടുത്തെ ആൻസർ. കാരണം ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കാര്യം പ്രസൻ്റ് ആണ് എന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടത് ദർ ആണ്, ഇറ്റ് അല്ല. അവിടെ സ്കൂൾ ഉണ്ടായിരുന്നു എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദർ ആണ് വേണ്ടത്. വെൻ ഐ വാസ് യങ്ങർ ദർ വാസ് എ സ്കൂൾ on that corner. When I visited, there were beautiful gardens surrounding the palace. ഞാൻ വിസിറ്റ് ചെയ്തപ്പോൾ, ഞാൻ സന്ദർശിച്ചപ്പോൾ മനോഹരമായ ഗാർഡൻസ് കൊട്ടാരത്തിന് ചുറ്റും ഉണ്ടായിരുന്നു. അവിടെയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ ആ പ്രസൻസ് ആണ് പറയുന്നത്. അപ്പോൾ ദർ ആണ് ഉപയോഗിക്കേണ്ടത്. ദർ വേർ ബ്യൂട്ടിഫുൾ ഗാർഡൻസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെൻറ്റൻസ് ഈസ് കറക്റ്റ്?
2 സെൻറ്റൻസസ് കൊടുത്തിരിക്കുന്നു. അതിലേത് സെൻറ്റൻസാണ് കറക്റ്റ് എന്നാണ് പറയേണ്ടത്. ജോൺ വാസ് യെസ്റ്റർഡേ ദർ. ജോൺ വാസ് ദർ യെസ്റ്റർഡേ. ഇതിൽ ഏതാണ് സെൻറ്റൻസ്, ഏതാണ് കറക്റ്റായ സെൻറ്റൻസ് എന്ന് മനസ്സിലായില്ലേ? ജോൺ വാസ് ദർ യെസ്റ്റർഡേ എന്ന് തന്നെയാണ് വേണ്ടത്. സെക്കൻഡ് സെൻറ്റൻസ് ആണ് കറക്റ്റ്. ഇവിടെ ആ സെൻറ്റൻസ് കറക്റ്റ് ആവാൻ കാരണം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ദർ എന്ന് പറയുന്നത് ആഡ്വേർബ് ഓഫ് പ്ലേസ് ആണ്. യെസ്റ്റർഡേ എന്നത് ആഡ്വേർബ് ഓഫ് ടൈം ആണ്. അങ്ങനെ 2 ആഡ്വേർബുകൾ, ആഡ്വേർബ്സ് ഓഫ് ടൈം ആൻഡ് ആഡ്വേർബ്സ് ഓഫ് പ്ലേസ്, ഒരുമിച്ച് ഒരു സെൻറ്റൻസിൽ വന്നാൽ ആദ്യം ഉപയോഗിക്കേണ്ടത് ആഡ്വേർബ് ഓഫ് പ്ലേസ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ആഡ്വേർബ് ഓഫ് ടൈം ഉപയോഗിക്കേണ്ടത്. വേറെ എക്സാമ്പിൾസ് നോക്കൂ. ദേ ആർ കമ്മിങ് ഹിയർ ലേറ്റർ. അവർ പിന്നീട് ഇവിടേക്ക് വരും എന്നാണ്. ഇവിടെ ഹിയർ ആൻഡ് ലേറ്റർ, ഹിയർ എന്നത് ആഡ്വേർബ് ഓഫ് പ്ലേസ്, ലേറ്റർ എന്നത് ആഡ്വേർബ് ഓഫ് ടൈം ആണ്. അപ്പോൾ ദേ ആർ കമ്മിങ് ഹിയർ ലേറ്റർ എന്ന് തന്നെ വേണം. ദേ ആർ കമ്മിങ് ലേറ്റർ ഹിയർ എന്നെഴുതിയാൽ അത്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ അത് റോങ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഷീ അറൈവ്ഡ് ഹിയർ യെസ്റ്റർഡേ. അവൾ ഇന്നലെ ഇവിടെ വന്നു. ഇവിടെ നോക്കൂ, ഹിയർ ആൻഡ് യെസ്റ്റർഡേ. ഹിയർ എന്നത് ആഡ്വേർബ് ഓഫ് പ്ലേസ് ആണ്, യെസ്റ്റർഡേ ആഡ്വേർബ് ഓഫ് ടൈം ആണ്. നെക്സ്റ്റ് വൺ, ദ കോൺസേർട്ട് വിൽ ബി ഹെൽഡ് ഔട്ട്ഡോഴ്സ് ടു നൈറ്റ്. ഇന്ന് രാത്രി ഔട്ട്ഡോഴ്സ്, പുറത്താണ് സംഗീത കച്ചേരി നടക്കുന്നത്. ഇവിടെ ഔട്ട്ഡോഴ്സ് എന്നത് ആഡ്വേർബ് ഓഫ് പ്ലേസ് ആണ്, ടു നൈറ്റ് എന്നത് ആഡ്വേർബ് ഓഫ് ടൈം ആണ്. അപ്പോൾ ദ കോൺസേർട്ട് വിൽ ബി ഹെൽഡ് ഔട്ട്ഡോഴ്സ് ടു നൈറ്റ്. വിൽ ബി ഹെൽഡ് ടു നൈറ്റ് ഔട്ട്ഡോഴ്സ് എന്ന് പറഞ്ഞാൽ റോങ് സെൻറ്റൻസ് ആവും. ഷീ ട്രാവൽസ് എബ്രോഡ് എവറി സമ്മർ. എല്ലാ സമ്മറിലും അവൾ വിദേശത്തേക്ക് ട്രാവൽ ചെയ്യാറുണ്ട്. നോക്കൂ, എബ്രോഡ് എന്നത് ആഡ്വേർബ് ഓഫ് പ്ലേസ് ആണ്. എവറി സമ്മർ എന്നത് ആഡ്വേർബ് ഓഫ് ടൈം. അപ്പോൾ ഷീ ട്രാവൽസ് എബ്രോഡ്, അത് കഴിഞ്ഞിട്ടാണ് എവറി സമ്മർ എന്ന് പറയേണ്ടത്. നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് എക്സാമ്പിൾ, ദ പാക്കേജ് വാസ് ഡെലിവേർഡ് ഡൗൺ സ്റ്റെയേഴ്സ് ദിസ് മോർണിംഗ്. നോക്കൂ, ഈ സെൻറ്റൻസിൽ ഡൗൺ സ്റ്റെയേഴ്സ് എന്നതാണ് ആഡ്വേർബ് ഓഫ് പ്ലേസ്. ദിസ് മോർണിംഗ് എന്നത് ആഡ്വേർബ് ഓഫ് ടൈം. അതുകൊണ്ട് തന്നെ ദ പാക്കേജ് വാസ് ഡെലിവേർഡ് ഡൗൺ സ്റ്റെയേഴ്സ് ദിസ് മോർണിംഗ് എന്ന് തന്നെ പറയണം. ഈ ഗ്രാമർ പോയിൻറ്റ്സ് ഒന്നും മറക്കരുത് കേട്ടോ.